നിങ്ങൾക്കറിയാമോ, ആർക്കും ഇതുവരെയും കൃത്യമായി പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയുമായി നിഗൂഢതകൾ ഉള്ളിലൊളിപ്പിച്ച ഒരു പ്രദേശത്തെക്കുറിച്ച്? അതെ, കേൾക്കുന്നതെല്ലാം സത്യമാകല്ലേ എന്ന് ആരും പ്രാർത്ഥിച്ചു പോകുന്ന കഥകളാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന ജലവാഹിനിയെക്കുറിച്ച് കേൾക്കാനാവുക. കാലവും ശാസ്ത്രവും മതവും മനുഷ്യനും ഇനിയും പൂർണ്ണമായും നിർവചിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആയിരങ്ങളുടെ ജീവനെടുത്ത ആ വിചിത്ര പ്രദേശത്തേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് വടക്കേ അമേരിക്കയിലെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം. സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത അതിരുകളാൽ ത്രികോണാകൃതി ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ ഈ സമുദ്രത്തിലാണ്. ഫ്ലോറിഡയിലെ അറ്റ്ലാന്റിക് തീരം മുതൽ തുടങ്ങി ബെർമുഡ ചുറ്റി ഗ്രേറ്റർ ആൻഡർലീസ് എന്നറിയപ്പെടുന്ന ദ്വീപുകൾ വരെ എത്തുന്ന ജലശേഖരം. ചുരുക്കി പറഞ്ഞാൽ ബെർമുഡ, പോർട്ടോറിക്കോ, ഫ്ലോറിഡ മുനമ്പ് എന്നിവയ്ക്കിടയിലെ സമുദ്രഭാഗം. നൂറ്റാണ്ടുകളായി നിഗൂഢതകളുടെ ഗർഭം പേറുന്ന ഇടമാണിത്. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1000ഓളം ജീവനുകൾ ബെർമുഡ ത്രികോണം എടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാം നിഗൂഢ കാരണങ്ങളാലല്ല കാണാതായത്. എങ്കിലും കടൽ യാത്ര സുഖകരമായ പ്രദേശമല്ല ഈ ഭാഗമെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വസ്തുതയുമാണ്. ബെർമുഡ ത്രികോണത്തിൻ്റെ ഭാഗം, വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. 50ലധികം കപ്പലുകളും 20 വിമാനങ്ങളും ഈ സമുദ്രഭാഗത്ത് എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ലത്രേ. 5 ലക്ഷത്തോളം ചതുരശ്ര മൈൽ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന ഈ സാങ്കല്പിക ത്രികോണ സ്ഥലം വൈമാനികർക്കും നാവികർക്കും ഇന്നും പേടി സ്വപ്നമാണ്. വാസ്തവത്തിൽ ഇങ്ങനെയൊന്ന് ശാസ്ത്രലോകമോ മനുഷ്യ സൃഷ്ടികളായ സാങ്കേതിക വിദ്യകളോ തെളിയിച്ചിട്ടില്ല. എന്നാൽ ഇവയെല്ലാം ഈ മേഖലയിൽ പരാജയപ്പെടുന്നു എന്നതാണ് വാസ്തവം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ പ്രദേശത്ത് വിശദീകരിക്കപ്പെടാത്ത സംഭവങ്ങളുടെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. ഇവിടം കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകളെയും വിമാനങ്ങളെയും കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും അപായ സന്ദേശങ്ങളും കൈമാറാതെയാണ് ഇവിടെ മറഞ്ഞുപോയത്. അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ജലസമാധിയായത് എന്ന് പറയാം. കാണാതായ ചില കപ്പലുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടതായി പിന്നീട് കണ്ടെത്തിയിരുന്നു. എന്നാൽ അവയിലുണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ്. ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാനുഭവങ്ങളിൽ കൂടിയാണ് ഇങ്ങനെയൊരു ഭീകര പ്രദേശത്തിൻ്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത്. അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമാസ് ദ്വീപിലെത്തിയ കൊളംബസ് ആ പ്രദേശത്തു കൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചികൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല. 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്ക് കപ്പൽ ഈ പ്രദേശത്ത് കാണാതായി. കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ 300ഓളം ജീവനക്കാരും ഏതാണ്ട് 10,000 ടൺ മാംഗനീസും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല. ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിൻ്റെ തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ദുരൂഹമായ സംഭവം. 1945 ഡിസംബർ 5-ന് കാണാതായ വിമാനത്തെ തിരഞ്ഞുപോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. കാണാതായ ബോംബർ വിമാനങ്ങളെ തേടി വീണ്ടും വിമാനങ്ങൾ അയച്ചു. അതും തിരികെ എത്തിയില്ല. സംഭവത്തിൽ 27 പേരും 6 വിമാനങ്ങളും എവിടെയെന്ന് ആർക്കും ഇന്നും അറിയില്ല. ബെർമുഡയുടെ അഗാധങ്ങളിൽ താഴ്ന്നുപോയ കപ്പലുകളും വിമാനങ്ങളും എത്രയെന്നും ആർക്കും അറിയില്ല. പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും ആധുനിക വിമാനങ്ങളും വരെ അവയിൽപ്പെടും. കാരണമെന്തെന്ന് ആർക്കും വ്യക്തമല്ല. ഒരു കാര്യം മാത്രം എല്ലാവർക്കും അറിയാം: വിജനത തളം കെട്ടിക്കിടക്കുന്ന ഈ ജലഭാഗം വളരെ അപകടകാരിയാണ് എന്നത്. ഇതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറഞ്ഞ പ്രകാരം ആ ഭാഗത്ത് അകപ്പെട്ടാൽ വടക്കുനോക്കി യന്ത്രവും മറ്റ് ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാവുകയും തങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റാണ് ബെർമുഡ ട്രയാങ്കിളിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെത്തി എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിചിത്ര അനുഭവങ്ങൾ കേട്ട് ലോകം അമ്പരക്കുകയും ചെയ്തു. അത് ഇപ്രകാരമാണ്. ബ്രൂസ് ജൂനിയറും പിതാവും 1970 ഡിസംബർ 4-ന് ആന്ത്രോസ് വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് ബൊണാൻസ A36 എന്ന ചെറുവിമാനത്തിൽ പറന്നുയർന്നു. സഞ്ചാരപഥം ബെർമുഡ ത്രികോണത്തിനകത്തുകൂടിയാണ്. പറന്നുയർന്ന ഉടനെ തന്നെ സമുദ്രത്തിന് 500 അടി മാത്രം മുകളിലായി ഒരു മേഘസഞ്ചയം നിൽക്കുന്നത് ബ്രൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും ഭൂമിയോട് അടുത്ത് ചേർന്ന് ഒരു മേഘസഞ്ചയം ബ്രൂസ് ആദ്യമായി കാണുകയായിരുന്നു. കാലാവസ്ഥ നല്ലതെന്ന് എയർ ട്രാഫിക് കൺട്രോൾ അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ചെറുവിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു പോന്നു.
ഉയരം കൂടുന്തോറും ആ മേഘസഞ്ചയം വലിയ കാർമേഘ ശ്രേണിയിലുള്ള ഒരു വലിയ ക്യൂമുലസ് മേഘമായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് അവർ ഈ മേഘത്തിനുള്ളിൽ പെട്ടുപോയെങ്കിലും 11,500 അടി മുകളിൽ വെച്ച് അതിൽ നിന്നും അവർ പുറത്തു കടന്നു. തെളിഞ്ഞ ആകാശം അവരെ സ്വാഗതം ചെയ്തു. പെട്ടെന്നാണ് കാലാവസ്ഥ വീണ്ടും മാറി മറിഞ്ഞത്. അപ്പോൾ ബ്രൂസ് പ്ലെയിനിൻ്റെ പരമാവധി സുരക്ഷിത വേഗമായ മണിക്കൂറിൽ 195 മൈലിൽ പറക്കുകയാണ്. അവരുടെ മുന്നിൽ കറുത്തുരുണ്ട മറ്റൊരു ബൃഹത് മേഘസഞ്ചയം കാണപ്പെട്ടു. അകത്തേക്ക് പോകുന്തോറും ഇരുട്ട് കൂടി വരികയും അതിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മിന്നലിൻ്റെ വെളിച്ചം കൂടിയും വന്നുകൊണ്ടിരുന്നു. അപകടം മണത്ത ബ്രൂസ് വിമാനം 135 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ചു. അതിൽ നിന്ന് പുറത്ത് കടന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യം കണ്ട മേഘസഞ്ചയവും ഇതും ഒരു മോതിര രൂപത്തിലുള്ള ഒറ്റ മേഘക്കൂട്ടത്തിൻ്റെ 2 അതിരുകളായിരുന്നുവെന്ന്. അവരുടെ വിമാനം ആ മോതിര വളയത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. പേടിച്ചുപോയ ബ്രൂസ് ചുറ്റും നോക്കിയപ്പോൾ ആ മേഘ മോതിരത്തിനുള്ളിൽ ഒരു ടണൽ മാതൃകയിൽ ചെറിയ ഒരു തുള. അതിലൂടെ പുറത്തുള്ള തെളിഞ്ഞ ആകാശം കാണാനാവുന്നുണ്ട്. അതിൻ്റെ വലിപ്പം അതിവേഗം കുറഞ്ഞു വരികയാണ്. അവൻ പരമാവധി വേഗത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ആ മേഘ ടണലിലേക്ക് വിമാനം പായിച്ചു. ടണലിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ വിമാനത്തിൻ്റെ ഗതിവേഗം അതിവേഗമായി കൂടുന്നത് ബ്രൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം ടണലിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായും ഭാരമില്ലായ്മയും ബ്രൂസിന് അനുഭവപ്പെട്ടു. ഏകദേശം 20 സെക്കൻഡിന് ശേഷം എടുത്തെറിയപ്പെട്ടതുപോലെയുള്ള വേഗത്തിൽ അവർ മോതിര രൂപത്തിലുള്ള ബൃഹത് മേഘപാളിയിൽ നിന്നും പുറത്തു കടന്ന ഉടനെ തന്നെ വിമാനത്തിലെ എല്ലാ കാന്തിക വൈദ്യുതി ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിച്ചു തുടങ്ങി. കോമ്പസ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. തങ്ങൾ പുറപ്പെട്ട സമയം വെച്ച് നോക്കിയാൽ വിമാനം ഇപ്പോൾ സഞ്ചാരപഥത്തിനിടയിലുള്ള ബിമിനി ദ്വീപുകൾക്ക് മുകളിൽ എത്തിക്കാണുമെന്നും ബ്രൂസ് കണക്കുകൂട്ടി. അങ്ങനെ അദ്ദേഹം മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തി. എന്നാൽ ബ്രൂസിനെ ഞെട്ടിച്ചുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്നുള്ള സന്ദേശം വന്നു. അവർ ഇപ്പോൾ ലക്ഷ്യസ്ഥലത്തിന് മുകളിലൂടെയാണ് പറക്കുന്നതെന്ന്. പുറപ്പെട്ട് വെറും 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ചെറുവിമാനം 250 മൈൽ അപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് മകനെയും പിതാവിനെയും അമ്പരപ്പിച്ചു. മണിക്കൂറിൽ 190 മൈൽ മാത്രം പരമാവധി വേഗതയുള്ള ചെറുവിമാനം 3/4 മണിക്കൂർ കൊണ്ട് ഇത്ര ദൂരം പിന്നിട്ടു എന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. വിമാനത്താവളത്തിലിറങ്ങി ഇന്ധനം പരിശോധിച്ചതിൽ നിന്നും മിയാമിയിൽ വിമാനം എത്താനെടുക്കുന്നതിൻ്റെ പകുതി ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂവെന്നും കണ്ടെത്തിയത്രേ. അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേത കപ്പലുകളാണ്. പല നാവികരും ഇത്തരം കപ്പലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരാരുമില്ലാത്ത, യന്ത്രങ്ങളുടെ മുരൾച്ചയില്ലാത്ത രാത്രിയും പകലും ഇവയിങ്ങനെ ഒഴുകി നടക്കും. കടലിൽ അലഞ്ഞു തിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ്. അവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റ് കപ്പലുകളിൽ നിന്ന് നോക്കിയാൽ ഭീമാകാരങ്ങളായ രാക്ഷസ രൂപങ്ങളായി തോന്നാറുണ്ടത്രേ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്ന അവ ബോട്ടുകളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങളുണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1935 ഇങ്ങനെ കണ്ടെത്തിയ പ്രേത കപ്പലാണ് ലാ ദഹാമ. ഇതേപോലെ തന്നെ 1872 മേരി സെലസ്റ്റി എന്നൊരു കപ്പലിനെയും 1955 കോനേമാറ എന്ന കപ്പലിനെയും കണ്ടെത്തിയിരുന്നു. 1921 കണ്ടെത്തിയ 5 പായ്മരങ്ങളുള്ള കരോൾ ഡിയറിംഗ് എന്ന കപ്പലിൽ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തിയപ്പോൾ മനുഷ്യർ ആരുമില്ലാതെ ശൂന്യവും നിശബ്ദവുമായിരുന്നു അതിൻ്റെ ഉൾവശം മുഴുവൻ. ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്ഷണമേശയിൽ അവശിഷ്ടങ്ങൾ പാത്രങ്ങളിൽ ഇരിക്കുന്നു. ഇന്നത്തെ അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും റഡാറും ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ഒന്നുമില്ലാതിരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ബെർമുഡയിലെ ദുരൂഹമായ അപകടങ്ങളിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബെർമുഡ മേഖലയിൽ കാന്തിക ശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റിലോ കാന്തിക ശക്തി കൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നു. കൂടാതെ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥൈൽ ഹൈഡ്രേറ്റ് വാതക സാന്നിധ്യവുമാണ് നിഗൂഢതകളുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സമുദ്ര ഉപരിതലത്തോട് ചേർന്നുണ്ടാകുന്ന സ്ഫോടനം കാരണം കപ്പലിന് ചുറ്റും വെള്ളം വൻതോതിൽ പതഞ്ഞുയർന്നാൽ കപ്പൽ അതിവേഗം മുങ്ങുമെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. കപ്പലിൻ്റെ എഞ്ചിന് കേടുവരുത്താനും മീഥൈൻ വാതകത്തിന് ചില അവസ്ഥകളിൽ സാധിക്കും. വൻതോതിലുള്ള സമുദ്ര ഗതാഗതവും ശക്തമായ ഗൾഫ് സ്ട്രീം എന്ന അടിയൊഴുക്കും അടിക്കടി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും ചേരുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ ഒരു തുമ്പും ശേഷിക്കാതെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നും വാദിക്കുന്നവരുണ്ട്. കെന്നത്ത് അർണോൾഡ് എന്ന പൈലറ്റ് 1947 ജൂൺ 25 ഇവിടെ പറക്കും തളികയെ കണ്ടു എന്നും അവകാശപ്പെട്ടിരുന്നു. ഇതോടെ ഈ പ്രദേശം അന്യഗ്രഹ ജീവികളുടെ ഗേറ്റ്വേ ആണെന്ന വാദവും ശക്തമായി. ബെർമുഡ ട്രയാങ്കിളിന് സമീപത്തായി കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് പുതിയ വിസ്മയം. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ താഴെ 800 മീറ്റർ നീളവും 200 മീറ്റർ ഉയരവുമുള്ള പിരമിഡാണ് ഇവിടെ കണ്ടെത്തിയത്. പിരമിഡിൻ്റെ ഉത്ഭവത്തെപ്പറ്റി തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈയിടെ കണ്ടുപിടിച്ച 2 പിരമിഡുകളാണ് ഏറെ കൗതുകകരം. ഇവയ്ക്ക് ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ വലിപ്പമുണ്ട്. 2 പിരമിഡുകളുടെയും മുകളിലായി വലിയ ദ്വാരങ്ങളുണ്ട്. രണ്ടാമത്തെ പിരമിഡിൻ്റെ മുകളിലൂടെ സമുദ്രജലം അതിശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്.
ഇത്തരം പിരമിഡുകൾ തന്നെയാണോ ബെർമുഡയ്ക്കും ഫ്ലോറിഡയ്ക്കും പ്യൂട്ടോറിക്കയ്ക്കും ഇടയിലുള്ള സമുദ്രഭാഗത്തും കാണുന്നത് എന്നതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്നത്. ആണെങ്കിൽ ഇവയ്ക്ക് കോസ്മിക് രശ്മികളെ ആഗിരണം ചെയ്യുവാനും സമീപഭാഗത്തേക്ക് ആകർഷിക്കുവാനും ആകുമത്രേ. ഇതുതന്നെയാണോ വർഷങ്ങളായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ബെർമുഡ ട്രയാങ്കിളിൻ്റെ ആകർഷണ രഹസ്യം എന്നും ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു. എന്തായാലും ആർക്കും പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയുമായി ബെർമുഡ ട്രയാങ്കിൾ ഇന്നും അനേകം ഗവേഷകർക്ക് പഠന വിഷയമാണ്. കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്ന് വേണ്ട ബെർമുഡ ട്രയാങ്കിൾ എന്ന് ദുരൂഹമായ കടൽപ്പരപ്പിന് മുകളിൽ പറന്നതും ഒഴുകിയതുമായ യാനങ്ങളെല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ചുരുളഴിക്കാത്ത രഹസ്യങ്ങൾ പോലെ ബെർമുഡ ട്രയാങ്കിൾ എന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രദേശം എന്ന ഖ്യാതിയോടെ മനുഷ്യൻ്റെ യുക്തിക്കും വിശ്വാസങ്ങൾക്കും മേലെ ചോദ്യചിഹ്നമുയർത്തി ഇന്നും നിൽക്കും.